വഴിയിൽ കുടുങ്ങി വന്ദേ ഭാരത് ട്രെയിൻ. 1 മണിക്കൂറോളമായി ഷൊർണൂരിന് സമീപത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാറാണ് കാരണം. ഷിത ജഗത് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ഷിത, ഈ മണിക്കൂറുകളായിട്ട് ഈ ട്രെയിൻ നിർത്തിയിട്ടതിന്റെ സാങ്കേതിക തകരാറെന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? സ്നേഹ, എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇപ്പോഴും റെയിൽവേക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് റെയിൽവേ നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് പറയുന്നത്. ബാറ്ററി സംബന്ധിച്ച് എന്തോ തകരാർ ഉണ്ടെന്ന് മാത്രമേ അവർക്കും അറിയുന്നുള്ളൂ. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സാങ്കേതിക വിദഗ്ധർ ഇതിനൊപ്പം ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1 മണിക്കൂറോളം ആകുന്നു ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂരിന് സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തതിന് ശേഷം കുറച്ച് ദൂരം മാത്രമേ, ഷൊർണൂർ പാലത്തിന് സമീപത്തേക്ക് കുറച്ച് ദൂരം മാത്രമേ ട്രെയിൻ പോയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ തകരാറ് വരികയും ട്രെയിൻ നിന്നു പോവുകയുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ റെയിൽവേ പറയുന്നത്. ഒപ്പം തന്നെ ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ശ്രമം തുടരുകയാണ് എന്നുള്ള കാര്യം കൂടെ റെയിൽവേ വ്യക്തമാക്കുന്നു. എത്ര സമയം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും, എപ്പോൾ ഈ ട്രെയിൻ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും ഇപ്പോൾ തന്നിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളം ആകുന്നുണ്ട് ഇപ്പോൾ ഈ ട്രെയിൻ ട്രെയിൻ ഇവിടെ സാങ്കേതിക തകരാർ മൂലം നിർത്തിയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ആ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ഇനി പോകാൻ പറ്റുകയുള്ളൂ. കാസർഗോഡ് നിന്നും എടുക്കുന്ന ട്രെയിനാണ്, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതിക തകരാർ വന്നിരിക്കുന്നത്. സ്നേഹ, ശരി ഷിത, തുടരുക. ഇപ്പോൾ ഈ വന്ദേ ഭാരതിലെ യാത്രക്കാരനായ അഡ്വക്കേറ്റ് സജൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സജൽ, ഇപ്പോൾ 1 മണിക്കൂറിലധികമായിരിക്കുന്നു ട്രെയിൻ പിടിച്ചിട്ടിട്ട് എന്നാണ്, ഈ സാങ്കേതിക തകരാർ മൂലം നിർത്തിയിട്ടിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ യാത്രക്കാരുടെയൊക്കെ പ്രതികരണം എന്താണ്? കാരണം വന്ദേ ഭാരത് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ വേഗത്തിൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന് കരുതി യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ താങ്കൾ അടക്കമുള്ള ആളുകൾ. തീർച്ചയായിട്ടും 1 മണിക്കൂറിലധികമായി നമ്മൾ അധികം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എത്രയും നേരത്തെ എത്താമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണല്ലോ ഇത്തരം ട്രെയിൻ ഗതാഗതങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ 1 മണിക്കൂറിലധികമായി ഇപ്പൊ ഷൊർണൂർ കഴിഞ്ഞിട്ടുള്ള തൊട്ട് പാലത്തിൽ ട്രാക്കിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരുപാട് യാത്രക്കാരുണ്ട്, കുട്ടികളുണ്ട്, വയസ്സായ ആളുകളുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങി നിൽക്കാൻ കഴിയില്ല. കാരണം ഡോറ് സെൻട്രലൈസ്ഡ് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് അവർക്കത് തുറക്കാൻ കഴിയുന്നില്ല. ബാറ്ററി ഫെയിലിയർ ആണെന്നാണ് അവർ പറയുന്നത്. ആദ്യം അവരുടെ അനൗൺസ്മെന്റ് 10 മിനിറ്റ് ആയിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞ് 1 മണിക്കൂറിലേക്ക് കഴിഞ്ഞു. ബുദ്ധിമുട്ടാണ്. അതായത് താങ്കൾ ഈ അധികൃതരൊക്കെ തന്നെയായിട്ട് TTR അടക്കമുള്ള ആളുകളൊക്കെ അങ്ങനെ ആരെങ്കിലുമായിട്ട് സംസാരിച്ചിരുന്നോ? ഈ എത്രയും വേഗം ഇത് പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവർ എന്താണ് പറയുന്നത്? അവര് TTയും മറ്റു സ്റ്റാഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാങ്കേതിക തകരാറായതുകൊണ്ട് പുറത്തുനിന്ന് ആള് വരാതെ കഴിയില്ല, വിദഗ്ധമായ ടെക്നീഷ്യൻസ് വരാതെ ഇത് കഴിയില്ല. കാരണം 2-3 തവണ മുഴുവനായിട്ട് ട്രെയിനിൽ ഇലക്ട്രിസിറ്റി ഫെയിൽഡ് ആയിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ആ ചാർജ് ഇറങ്ങി പോകാനാണ് സാധ്യത കാണുന്നത്. ഇപ്പോ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താ വെച്ചാൽ ഡോറൊന്ന് ഓപ്പൺ ആയാൽ ആളുകൾക്ക് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് കുറച്ചും കൂടെ റിലീഫ് ആവും ആളുകൾക്ക്, യാത്രക്കാർക്ക്. ശരി, വളരെ നന്ദി സജൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിൻ. 1 മണിക്കൂറോളമായി ഷൊർണൂരിന് സമീപത്ത് വന്ദേ ഭാരത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. ബാറ്ററി കംപ്ലൈന്റ് ആണ്, സാങ്കേതിക തകരാറാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് നിലവിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിശദീകരണം. ഷിത ജഗത്തും അതോടൊപ്പം തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അഡ്വക്കേറ്റ് സജലുമാണ് പ്രതികരിച്ചത്.